മൂടാടി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വിശാലമായ പാടശേഖരമാണ് ചാക്കര പാടശേഖരം. ചാലി മുതൽ തിക്കോടി പഞ്ചായത്തിലെ അച്ചംവീട്ട് നട വരെ ഇതിൻ്റെ വിശാലമായ ഏരിയ ഉണ്ട്. 2005 വരെ ഇവിടെ നെൽകൃഷി നടന്നിരുന്നു. പിന്നീട് ഈ നെൽകൃഷി ആകെ തരിശായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വെള്ളക്കെട്ട്, അതുപോലെ തന്നെ പാഴ്ചെടികൾ നിറഞ്ഞ് തൊഴിലാളികളെ കിട്ടാത്ത, അങ്ങനെ പല കാരണങ്ങളാലും കർഷകർ ഉപേക്ഷിച്ചു പോയ ഒരു സാഹചര്യമായിരുന്നു. 2024-25 തരിശുരഹിത ചാക്കരം പാടശേഖരം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കാർഷിക യന്ത്രവൽക്കരണ മിഷനുമായിട്ട് മൂടാടി കൃഷിഭവൻ ബന്ധപ്പെടുന്നത്. തോട് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉദ്യമം. തോട് വർഷങ്ങളായി തരിശായി കിടക്കാൻ കാരണം ഇവിടെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ടും, അതേപോലെ അധിക ഡിസംബർ മാസങ്ങളിൽ നനയ്ക്കാൻ വെള്ളം കിട്ടാതിരിക്കുകയായിരുന്നു. കൂത്താളി കാർഷിക യന്ത്രവൽക്കരണ മിഷൻ തോട് നിർമ്മിച്ചതോടുകൂടി അധികം വരുന്ന വെള്ളം തോടിലൂടെ ഒഴുക്കിക്കളയാനും, അതേപോലെ ആവശ്യമുള്ള സമയത്ത് ഈ തോട്ടിലെ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കാനും സാധിച്ചു. അതേപോലെ നിലമൊരുക്കാൻ വേണ്ടിയിട്ട് ട്രാക്ടറും, കൂത്താളി യന്ത്രവൽക്കരണ മിഷൻ്റെ ട്രാക്ടറും ഉപയോഗപ്പെടുത്തിയതുകൊണ്ട് കർഷകർ ഈ വർഷം 30 ഏക്കർ തരിശ് നിലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്തു. നല്ല വിളവാണ് ലഭിച്ചത്. മൂടാടി ഗ്രാമപഞ്ചായത്തിലെ ചാക്കര പാടശേഖരം കഴിഞ്ഞ 25 വർഷത്തിലധികമായി തരിശായി കിടക്കുന്ന, കാട് പിടിച്ച് പാമ്പുമൊക്കെ താവളമാക്കിയിരുന്ന കൃഷിയിടം കേരള കാർഷിക യന്ത്രവൽക്കരണ മിഷൻ്റെ സഹായത്തോടുകൂടി കൃഷിയോഗ്യമാക്കുകയും കർഷകരുടെ കൂട്ടായ്മയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇച്ഛാശക്തിയും ചേർന്നുകൊണ്ട് 30 ഏക്കർ നെൽകൃഷി അതിമനോഹരമായി കൃഷി ചെയ്ത് ഇന്ന് അതിൻ്റെ കൊയ്ത്തുത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. തീർച്ചയായും മൂടാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണ് എന്ന് പറയാൻ കഴിയും. 2 തവണ എനിക്ക് ഇവിടെ നെൽകൃഷി, പുഞ്ചകൃഷി ഉണ്ടാക്കി നഷ്ടം വന്ന് ഇട്ടേച്ച് പോയ ഒരാളാണ്. ഇപ്പോഴത്തെ വെച്ചാൽ ഈ തോടും അതിനുള്ള ജില്ലാ പഞ്ചായത്ത്, അല്ല പിന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷിഭവൻ്റെയും എല്ലാം ആഭിമുഖ്യത്തിൽ ഇതിന് താല്പര്യം കൂടുതൽ എടുത്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തോട് ഉണ്ടാകുകയും ആ തോടിന് വേണ്ടി നിങ്ങൾ അതിൻ്റെ പ്രവൃത്തി നടത്തി ഒക്കെ ചെയ്തതിൻ്റെ ഒരു വലിയൊരു നേട്ടങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. ഇനിയും അങ്ങോട്ട് കൃഷി ഉണ്ടാക്കാൻ ഏറ്റവും വലിയ ആഗ്രഹിക്കുന്ന ഒട്ടനേകം ആളുകൾ നമ്മുടെ പ്രദേശത്ത് കാണാം.